ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഉച്ച വരെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സാമ്പാറും ചമ്മന്തിയും, ഇന്ന് കാപ്പിക്ക് ദോശയാണ്. അതിന് ആദ്യം ഞാൻ വെജിറ്റബിൾസൊക്കെ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് പച്ചമുളകും മുരിങ്ങയ്ക്കായും ഇടത്തുള്ളൂ. സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ചമ്മന്തിയാണ്. ചമ്മന്തി അരച്ചതിന് ശേഷം ഞാൻ ദോശ ചുടുന്നുണ്ട്. ദോശ ചുട്ട് ഇക്കാക്ക് അന്നേരം ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ് ഓംപ്ലേറ്റ് വേണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് സവാളയൊക്കെ അരിഞ്ഞ് ഒരു ഓംപ്ലേറ്റൊക്കെ സെറ്റാക്കി കൊടുത്ത്. അതിനുശേഷം പിന്നെ ഞാൻ പൊതിച്ചോറിന് ഉള്ള ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഇക്കാക്ക് രാവിലെ പൊതിച്ചോറ് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ചുരക്ക എടുത്ത് അരിഞ്ഞ് തോരൻ വെച്ച്. പിന്നെ വങ്കട കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മീൻകറിയാക്കി. വറുത്തരച്ചാണ് അത് വെച്ചേക്കുന്നത്. വറുത്തരച്ച് വെക്കാൻ നോക്കിയപ്പോഴത്തേനും ഉണ്ടമുളകില്ല. അങ്ങനെ പിന്നെ ഞാൻ തേങ്ങ വറുത്തവിടെ വെച്ചിട്ട് ഉണ്ടമുളക് പിച്ചാൻ പോയി. ഉണ്ടമുളകൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ട് ഇല്ല, വന്നില്ല. അന്നേരം ഞാൻ ഓർത്ത കരിയാപ്പല ഇല്ലെന്ന്. കരിയാപ്പല പറിച്ചിട്ട് ഓർത്തത് ഇലയില്ലെന്ന്. ഇക്കാകെ പൊതിച്ചോറ് കൊണ്ടുവന്നേ. അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് മീൻകറിയൊക്കെ സെറ്റാക്കി. വറുത്തരച്ച മീൻകറിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അങ്ങനെ പിന്നെ മീൻകറിയൊക്കെ റെഡിയാക്കി അടുപ്പിൽ വെച്ച് ഒരു തക്കാളിയും കുടംപുളി ഇട്ട മീൻകറി വെക്കുന്നത്. തക്കാളി ഇട്ടിട്ടുണ്ട്, പച്ചമുളകല്ല ഉണ്ടമുളക്. അപ്പോഴത്തേന് രാവിലെ ഇട്ട ചോറ് വെന്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ സെറ്റായപ്പോൾ പിന്നെ ഞാൻ പൊതിച്ചോറ് ഇട്ടാനായിട്ട് കയറി. ഇന്ന് ഇച്ചിരി ഇല അധികം കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് അച്ചാറും മീൻ പൊരിച്ചതും അങ്ങ് പൊതിഞ്ഞ് വെക്കാമെന്ന്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് പൊതിച്ചോറൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഫ്രിഡ്ജിൽ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ചക്ക എടുത്ത് അരപ്പൊക്കെ റെഡിയാക്കി. അങ്ങനെ അതും വേഗം വെച്ച്. മീൻകറി റെഡിയായി, തോരൻ റെഡിയായി. അപ്പോഴത്തേന് ഞാൻ പിന്നെ എല്ലാം പാതാമ്പറമൊക്കെ ഒതുക്കിയിട്ടുണ്ട്. തൂത്തതൊന്നുമില്ല. ഇതാണ് എൻ്റെ അടുക്കള. എനിക്കെപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് കളയാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ അയാളെയും കൊണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ണായിരുന്നു. ചോറിന് രാവിലെ കണ്ട കറികളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കുക്കുംബർ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ദിവസത്തിന് മുമ്പ് വെച്ച ഇഞ്ചിക്കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും. പിന്നെ അച്ചാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ബൈ.